കണ്ണേട്ടന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഇപ്പൊ മാർക്കോ വിളിച്ചിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സാഗരേട്ടൻ ഓടിയതാ. അയ്യോ മോളെ, കുഞ്ഞ് എവിടെ പോയതാ? അത് കുഞ്ഞിനെ എടുത്തോണ്ട് പോയവർക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാ അമ്മയ്ക്ക് അറിയാവോന്ന് ചോദിച്ചത്. മോളെ, ഞാൻ എങ്ങനെ അറിയാനാ? ഏട്ടനും ഏട്ടത്തെയും ഫിനാൻസിയേഴ്സിലേക്ക് പോയ സമയത്താ ഇത് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാളും ഒന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ, ലേഖേച്ചി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അവളിൽ കൊണ്ടുപോയി കിടത്തിയതാ. പിന്നെ വന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല. അവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ. ഇനി ഇനി അവരായിരിക്കും കുഞ്ഞിനെ കൊണ്ട് പോയേ. അവരവിടെ തന്നെ ഉണ്ട്. അയ്യോ, ഇനി അവരുടെ അറിവോടെയാണോ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോണ്ട് പോയതെന്ന് അറിയത്തില്ല. മോളെ, പൊടി കുഞ്ഞല്ലേ, ഏതെങ്കിലും ഭിക്ഷക്കാരുടെ കൈ കിട്ടിയ അവര് പിന്നെ കുഞ്ഞിനെ വെച്ചേക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. അയ്യോ എന്റെ ദൈവമേ, ഇതറിഞ്ഞ ശേഷം ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. ഇവിടേക്ക് ഞാനും സാഗരേട്ടനും വന്നത് കണ്ണേട്ടനൊരു കൂട്ടിനാ. ഇവിടെ വന്നു കഴിഞ്ഞാ ചിലരുടെയൊക്കെ മുഖം കാണേണ്ടി വരുമല്ലോ. എന്റെ ആങ്ങളയുടെയും അവന്റെ ഭാര്യയുടെയും മുഖം കണ്ടു കഴിഞ്ഞാ അന്നത്തെ ദിവസം പിന്നെ പോക്കാ. എന്റെ മോനും മരുമോളും ആണെങ്കിലും എനിക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് മോളെ. തോന്നിയിട്ടുണ്ടെങ്കിലേ രണ്ടിനെ ഈ വീടിന്റെ വെളിയിലാക്ക്. കുഞ്ഞിനെ കാണാതായതിന്റെ പിന്നിലെ അവര് സ്നേഹിക്കുന്നവരും തന്നെയായിരിക്കും. പ്രതാപനും വാമദേവനും ഒക്കെ അറിയാം എത്ര കണ്ണീരി പൊഴിച്ചാലും ജയിൽ വാസം ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് അവന്മാര് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തതാണോ എന്ന് അറിയത്തില്ല മോളെ. ഏട്ടനും ഏട്ടത്തി ഇതറിയുമ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്ന. ഒന്ന് ചിരി നിർത്ത പ്രതാപ. അയ്യോ, ഞാനല്ല അമ്മ ഇപ്പൊ ചിരിക്കുന്നത്. എന്റെ മോളാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോളുടെ മുഖത്തെ ചിരി കണ്ടിട്ട് ഞാൻ ജയിലിലേക്ക് പോകുള്ളത്. അത് നടന്നു കഴിഞ്ഞു. ഇനി ഈ തിരുവോണത്തിന് നമ്മുടെ മോള് ചിരിക്കും, ലക്ഷ്മിയും കണ്ണനും കരയും, വാ വിട്ട് നിലവിളിക്കും. ഇനി ഇനിയായിരിക്കൂടാ എല്ലാവർക്കും സംശയം. സംശയിക്കട്ടെ. കണ്ണനും കൂട്ടുകാരനും എല്ലാരും കൂടെ എനിക്കും വാമദേവനും ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങി തരാനല്ലേ നോക്കുന്നേ. അങ്ങനെ ഞാൻ ജയിലിൽ കിടക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോള് എന്നെ കാണാൻ വേണ്ടി അവിടെ വരും. ആ സമയത്ത് മോള് നല്ല സന്തോഷത്തോടെ വിടർന്ന മുഖമായിട്ട് വേണമേ എന്റെ മുമ്പിൽ നിൽക്കാൻ. ഇനി കരയുന്ന എന്റെ മോളെ ഞാൻ ഒരിക്കലും കാണരുത്. ഇപ്പൊ എല്ലാം കൂടെ കിടന്ന് നെട്ടോട്ട് ഓടുമായിരിക്കും. ഓടട്ടെ, ഓടട്ടെ. നൂലുകെട്ടൊക്കെ നടത്തി എല്ലാരും ഒരുപാടങ്ങ് സന്തോഷിച്ചതല്ലേ അമ്മേ. ഓടട്ടെ. ദാണ്ടറ ഒരുത്തി വരുന്നുണ്ടറ. അവളെന്തെങ്കിലും അറിഞ്ഞോ എന്തോ? വരവ് കണ്ടിട്ട് അറിഞ്ഞ ലക്ഷണമൊന്നും ഇല്ലമ്മേ. അവൾ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ട് വരിക, നമ്മൾ നശിക്കാൻ വേണ്ടിട്ട്. ഇടി മോഹിനിയെ, നീ അമ്പലത്തിൽ പോയിട്ടെ ആ കളവൻ പൂജാരിയുടെ മോനെ കണ്ടോടി? പിന്നെ അമ്പലത്തിൽ പോയ പൂജാരിമാരായ അച്ഛനെയും മോനെയും അവിടെയുള്ള എല്ലാവരെയും കാണത്തില്ല. കേട്ടോടാ, ഇവളെ ദൈവത്തെക്കാളും കൂടുതൽ കാണുന്നത് പൂജാരിയെയാ. ആ കണ്ടോട്ടമ്മേ, കണ്ടോട്ടെ. ഇനിയിപ്പോ ഇവളുടെ മരുമോൻ എനിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങി തരും. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇവക്കൊരു ആന്തുണ വേണ്ടേ? പൂജാരി എങ്കിൽ പൂജാരി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ടാ നിങ്ങൾക്കൊക്കെ ഓരോരോ തിരിച്ചടികൾ ഉണ്ടാവുന്നത്. എന്നു മുതലാടി ആ തിരിച്ചടി തുടങ്ങിയത്?
നിന്റെ മൂത്ത മോളുടെ ജീവിതത്തിലേക്ക് ഒരുത്തം വന്നു കയറിയതിനു ശേഷമല്ലേ?